രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെ ഹെലികോപ്റ്റർ തള്ളി വിവാദമായ പത്തനംതിട്ട പ്രമാടത്തെ ഹെലിപാഡ് പൊളിച്ചു. താത്കാലികമായി നിർമ്മിച്ച ഹെലിപാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മറ്റു പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയാണ് പൊളിച്ചത്. 20 ലക്ഷം രൂപ മുടക്കിയായിരുന്നു ഹെലിപാഡ് നിർമ്മാണം. ശബരിമല സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഹെലികോപ്റ്റർ ഇറക്കിയത് പത്തനംതിട്ട പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. താൽക്കാലികമായി നിർമ്മിച്ച ഹെലിപാഡിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന്റെ ചക്രം താഴ്ന്നുപോയി. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ളവർ ചേർന്ന് ഹെലികോപ്റ്റർ തള്ളിക്കയറ്റുകയായിരുന്നു. നിർമ്മിച്ച 3 ഹെലിപാഡുകളും മറ്റൊരു പരിപാടിക്കു വേണ്ടി സ്റ്റേഡിയത്തിൽ നിന്ന് പൊളിച്ചു നീക്കി. 20 ലക്ഷം രൂപ മുടക്കിയായിരുന്നു ഹെലിപാഡ് നിർമ്മാണം. ഉച്ചയോടെ തുടങ്ങിയ പൊളിച്ചു നീക്കൽ വൈകിട്ടോടെ അവസാനിച്ചു. താൽക്കാലിക ഹെലിപാഡ് നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ ചെലവായെന്ന വിവരം പുറത്തുവന്നതോടെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് 3 ഹെലിപാഡുകളും പൊളിച്ചു നീക്കിയത്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.